നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗവും തൊലികൾ കട്ട് ചെയ്തു. ആരകൊക്കെ ആകുമ്പോൾ നമ്മുടെ തൊലി വേഗം പൊളിഞ്ഞു കിട്ടും, ചെറിയ കാമ്പയൊക്കെ. ഇത് ലേരിങ്ങൾക്ക് ചെയ്യുന്നത് ഒറ്റ മാവാണ്. മാവിനെ സാധാരണ ചെയ്യാറില്ല, അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ലെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തായ് വേരുണ്ടാവില്ല. അടിയിലേക്ക് പോകുന്ന വലിയ വേരില്ലേ, വൃക്ഷത്തെ പിടിച്ചു നിർത്തുന്ന ആ വേരുണ്ടാവില്ല. ചെറിയ ചെറിയ വേരുകളേ ഉണ്ടാവുള്ളൂ ലെയർ ചെയ്താൽ. അപ്പോൾ നമ്മൾ കുറ്റിച്ചെടികളാണ് ലെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ബഡും ഗ്രാഫ്റ്റും ചെയ്യാൻ പറ്റാത്ത ചെടികളെയാണ് ലെയർ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ചെറി, ചാമ്പ, നാരകം, പേര, ഈ വെറൈറ്റികളെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എയർ ലെയറിങ്ങിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അതേ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ കമ്പ് തന്നെ ലെയർ ചെയ്ത് കൊണ്ട് നട്ട് പിടിപ്പിക്കുക. അപ്പോൾ കുറ്റിച്ചെടികളെല്ലാം നമ്മൾ ലെയർ ചെയ്താണ് തൈകൾ വെക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഏകദേശം 3/4 ഇഞ്ച് ഇതിൽ നമ്മൾ ഫുൾ തൊലിയും കളഞ്ഞു. ഇനി നമുക്ക് വേര് വരേണ്ടത് ഇവിടെ നിന്നാണ് വേര് വരേണ്ടത്. അതിന് നമ്മൾ പോട്ടിംഗ് മിശ്രിതം നമ്മൾ ചകിരിച്ചോറും മിശ്രിതം കണ്ടോളിട്ടാ. ഏതൊക്കെയാണ് അതിൽ നമുക്ക് ലെയർ ചെയ്യാൻ ഒരു വെള്ള ഷീറ്റ് കണ്ടില്ലേ, ഈ വലുപ്പമുള്ള ഏകദേശം 10 ഇഞ്ച് നീളവും വീതിയുള്ള നമ്മുടെ ഷീറ്റ് ആവശ്യമാണ്. പിന്നെ ചകിരിച്ചോറ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഒരു 3 നൂലും ആവശ്യമാണ്. ലെയർ ചെയ്യാൻ നമുക്ക് ഈ 3 നൂലും വേണം, ചകിരിച്ചോറ് വേണം, പ്ലാസ്റ്റിക് വേണം. ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്യുന്ന മരത്തിനോട് അടുത്ത് കൊണ്ട് വെച്ചിട്ട് വേണം നമ്മൾ ജോലിക്കാരാൻ. ഇനി നമ്മൾ ഈ തൊലി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നേരെ സെൻറ്ററിൽ കണ്ടില്ലേ, ഇത് രണ്ട് ഭാഗത്തുനിന്നും തൊലി വന്ന് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കെട്ടുന്നത്, ബ്ലോക്ക് ചെയ്യണം. കണ്ടില്ലേ? ഇനി നമ്മൾ ഇത് ചെറിയ നനവിലുള്ള ഈ മിശ്രിതം ചെറിയ നനവ് വേണം. നമ്മൾ പുട്ടിന് കുഴക്കുന്നില്ലേ, എന്താ പറയുക, ചെറിയ നനവില്ലേ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നനച്ച് ഇതുപോലെ മിശ്രിതാക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്ററിൽ ഒരു ചാല് വെക്കുക. കണ്ടില്ലേ, വെള്ളനിങ്ങനെ കണ്ടോ? എന്നിട്ട് കൃത്യമായി ആ ചാലിലേക്ക് വെക്കുക. കണ്ടോ? അതിനുശേഷം ഇങ്ങനെ കുടിക്കുക. അപ്പം ഒരേപോലെ. ഇനി എന്ത് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് എടുക്കുക, ഒന്ന് പുറത്തേക്ക് എടുക്കുക. ഇത് കണ്ടോ? എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗം ആദ്യം ടൈറ്റ് ചെയ്യുക. കണ്ടോ? ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നൂലെടുത്ത് ഇവിടെ കെട്ടുക. ചെറുതായിട്ട് കെട്ടി വെച്ചു. അത് കഴിഞ്ഞ് അടിഭാഗവും നന്നായി ടൈറ്റ് ചെയ്യുക. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടുക. പിന്നെ അത് കഴിഞ്ഞ് മേലെ വലിച്ച് നന്നായി ടൈറ്റായിരിക്കണം. അതിന് ശേഷം ഇങ്ങനെയും കെട്ടി അത് രണ്ട് ഭാഗത്ത് ഈ തൊലികൾ തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്താൽ വേര് വരും. ഉള്ളിലൂടെ തൊലികൾ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നായി ടൈറ്റിൽ മുറുക്കി കെട്ടുക. ഇപ്പം നമ്മൾ ലെയർ ചെയ്തു. ഇനി മഴക്കാലത്ത് ഈ
ഈ കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് നനയ്ക്കണ്ട. അല്ല വേനൽക്കാലത്താണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പുറമേ നനച്ചു കൊടുക്കുക. മഴക്കാലത്ത് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കാലതാമസം എന്ന് പറയുന്നത് 60 ദിവസമാണ്. 60 ദിവസം ആകുമ്പം ഈ മിശ്രിതം നിറയെ വേരുകളായിരിക്കും. ആദ്യത്തെ 30 ദിവസം ആകുമ്പോൾ ചെറിയ വേര് ഇവിടുന്ന് ഇങ്ങനെ വന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് ഇങ്ങനെ വേര് വന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഒരു വെളുത്ത ചെറിയ വേരുകളെ കാണാൻ കഴിയും. അത് 60 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇത് നിറയെ വേരുകളാവും. ഈ മിശ്രിതം നിറയെ വേരുകളാവും. ആദ്യത്തെ 30 ദിവസം ആകുമ്പോൾ നമ്മൾ ഇവിടെ 1/3 ഭാഗം തൊലി കട്ട് ചെയ്തു. ആദ്യത്തെ 30 ദിവസം ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യും. തൊലി കുറച്ച് 1/3 ഭാഗം കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 45-ാം ദിവസം 1/2 ഭാഗം കട്ട് ചെയ്യും. എന്നിട്ട് 60 ദിവസം ആകുമ്പോൾ നമ്മൾ ഈ മിശ്രിതം നിറയെ വേരുകളായിരിക്കും അവിടുന്ന് കട്ട് ചെയ്യും. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ തൊലികളെ നമ്മൾ നീക്കം ചെയ്ത് ഇതിൽ നിന്ന് ഫുഡ് എടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്താൽ ഇലകളൊന്നും പോകാതെ നമുക്ക് കിട്ടും. ഒറ്റയടിക്ക് കട്ട് ചെയ്യാതെ ആദ്യത്തെ 30 ദിവസം ആകുമ്പോൾ 1/3 ഭാഗം, അത് കഴിഞ്ഞ് 45-ാം ദിവസം ആകുമ്പോൾ 1/2, 60 ദിവസം ആകുമ്പോൾ ഇത് നിറയെ ഈ മിശ്രിതം നിറയെ വേരുകളാകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് വലിയ ചെടിച്ചട്ടിയിലോ കവറിലോ വലിയ കവറിലേക്ക് പ്ലാന്റ് ചെയ്യും. അപ്പം നമുക്കിങ്ങനെ ലെയർ ചെയ്യുന്ന ഒരു തൈക്ക് 150 രൂപ 250 രൂപ ആ റേഞ്ചിൽ വരും. ചെറുനാരകമൊക്കെ പിന്നെ പിറ്റേ വർഷം രണ്ടാമത്തെ വർഷമാണ് 1.5 വർഷം കൊണ്ട് ഇത് ഫ്ലവർ ഇട്ട് കായ്ച്ചും തുടങ്ങും. ലെയറിന് പെട്ടെന്ന് ഫ്ലവർ വരും. കാരണം ഫ്ലവർ ഇടുന്ന കമ്പാണ് നമ്മൾ ലെയർ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ലെയറിങ് മനസ്സിലായോ? അപ്പം ഈ ലെയറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തായ്വേരുണ്ടാവില്ല. വൃക്ഷത്തിനൊക്കെ അടിയിലേക്ക് പോകുന്ന ഒരു വലിയ വേരുണ്ട്. ആ വേര് ഈ ലെയറിനുണ്ടാവില്ല. ലെയറിന് ചെറിയ ചെറിയ വേരുകളെ ഉണ്ടാവും. അപ്പം നമ്മൾ ലെയർ ചെയ്യുന്നത് കുറ്റിച്ചെടികളാണ് കൂടുതലായിട്ട് ലെയർ ചെയ്യുക.